വയനാട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരിക താമരശ്ശേരി ചുരമായിരിക്കും. എല്ലാ കാലത്തും വിനോദസഞ്ചാരികൾ വയനാട്ടിലേക്ക് ഒഴുകിയെത്താറുണ്ടെങ്കിലും മഴക്കാലത്ത് സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് വയനാട്ടിൽ. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് താമരശ്ശേരി ചുരം. വയനാട് ചുരം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി പഞ്ചായത്തിലാണ് താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത്. 11 കിലോമീറ്ററും 9 ഹെയർപിൻ വളവുകളും താണ്ടി വേണം അടിവാരത്തു നിന്നും ലക്കിടിയിലെത്താൻ. സമുദ്രനിരപ്പിൽ നിന്നും 2625 അടി ഉയരത്തിൽ ദേശീയപാത 766ന്റെ ഭാഗമാണ് ചുരം. ലക്കിടിയിലെ വ്യൂ പോയിന്റിൽ നിന്നും നോക്കിയാൽ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. മാർക്കസ് നോളജ് സിറ്റി, ലിസ കോളേജ് തുടങ്ങിയ നിരവധി കാഴ്ചകൾ. വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലേക്കുള്ള എളുപ്പവഴി കാണിച്ചു കൊടുത്തത് കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പനായിരുന്നു. വഴി കാണിച്ചു കൊടുത്ത ശേഷം കരിന്തണ്ടനെ കൊല്ലുകയായിരുന്നു എന്നാണ് പ്രചാരത്തിലുള്ള കഥ. എന്നാൽ പിന്നീട് ചുരത്തിലൂടെ എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാവുകയും കരിന്തണ്ടന്റെ ആത്മാവിനെ ചങ്ങലയിൽ സമീപത്തെ മരത്തിൽ ബന്ധിച്ചതായും പറയപ്പെടുന്നു. ലക്കിടിയിൽ കരിന്തണ്ടന്റെ പ്രതിമയും കാണാം. വർഷത്തിലൊരിക്കൽ അടിവാരത്തു നിന്നും ലക്കിടിയിലേക്ക് കരിന്തണ്ടന്റെ ഓർമ്മയ്ക്കായി സ്മൃതിയാത്രയും നടത്താറുണ്ട്. ചുരത്തിലെ ഗതാഗതക്കുരുക്ക് വലിയ പ്രതിസന്ധിയാണെങ്കിലും വയനാടിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ താമരശ്ശേരി ചുരം വഴി തന്നെ എത്തണം. ന്യൂസ് മലയാളം, വയനാട്.